സന്തോഷത്തോട് ഉത്സവമായിട്ട് നാമം ജപിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എൻ്റർടൈൻമെൻറ്റായി മാറും. സന്തോഷത്തോടു കൂടിയിട്ട് നാമസങ്കീർത്തനം ഉണ്ടാവുക. ക്ഷേത്രങ്ങളൊക്കെ ശരിക്കും അങ്ങനെയാണ് വരേണ്ടത്. കുറച്ചു നേരം എല്ലാവരും കൂടെ അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് നാമസങ്കീർത്തനങ്ങൾ, അതുപോലെ കഥകളും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെ ഒന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ മൈതാനത്ത് തന്നെ പാട്ടുകൾ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോഗ്രാം എങ്കിൽ ബോറടിക്കുമോ? എന്നാൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രോഗ്രാം അങ്ങനെ എൻ്റർടൈൻ ചെയ്യുകയാണെങ്കിലോ നമുക്ക് ബോറടിക്കില്ല. കാരണം മനസ്സിന് വേണ്ടത് എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് വേണം. മനസ്സിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയുള്ളൊരു സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സമയം വെറുതെ കിട്ടുന്ന സമയമുണ്ടല്ലോ നമ്മൾ എൻ്റർടൈൻ ചെയ്യല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഇരുന്നിങ്ങനെ ഓർത്ത് അത് തന്നെ ഉറപ്പിച്ച് അതായിരുന്നു ജീവിതം എന്നുള്ള ധാരണയിൽ അങ്ങോട്ട് ഉറയ്ക്കും. അപ്പം നമുക്ക് അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളായി നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതകളൊക്കെ തോന്നും, നമുക്ക് ഇല്ലായ്മകൾ കുറേ കാണും. അപ്പം നമ്മൾ ഇരുന്ന് ദുഃഖിക്കും. ഇതൊക്കെയാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനൊരിക്കലും വേണ്ടാത്തത് ചിന്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്. ഇപ്രകാരം ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരായിരുന്ന് ജോലി ചെയ്യാം. എന്നിട്ട് മൈത്രേയ മഹർഷി പറയാണ്, ഇനി എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഈ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. കാലപ്രേരിതമായിട്ടാണ് ഇച്ഛാശക്തി ഉണരുന്നത്. ഒരു സാധാരണ വ്യക്തിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സൃഷ്ടി മനസ്സിലാവുമെന്ന് പറഞ്ഞു. കാലപ്രേരിതമാവുക എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയും എടുത്താൽ നിങ്ങൾക്ക് സൃഷ്ടി മനസ്സിലാവും. വേഗം മനസ്സിലാക്കാൻ ഇതേ വഴിയുള്ളൂ. എന്താണത്? കാലം പ്രേരിതമാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വയസ്സാവണം, ഒരു പ്രായത്തിൻ്റെ ഇത് വരണം. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് പപ്പേട്ടി വരണം, അല്ലേ? ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ബീജോത്പാദനം ഉണ്ടാവണം. അപ്പോൾ കാലപ്രേരണ വരണം. ആ കാലപ്രേരണ വരണമെങ്കിൽ നമ്മൾ അഡോൾസൻസ് എന്ന് പറയുന്ന ഏജ് ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ഉള്ളിൽ കാമം എന്ന വികാരം വരണു, ഇച്ഛ വന്നു, മറ്റൊന്നിനോട് അടുപ്പവും ആകർഷണവും വരുന്നു. അപ്പോൾ തൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊന്നിലേക്ക് വികസിക്കാൻ, മറ്റൊന്നിലേക്ക് ചേരാൻ അവൻ്റെ മനസ്സ് പ്രേരിതമാവുന്നു. ഇങ്ങനെയാണ് മനസ്സ് മറ്റുള്ളതിലേക്ക് ചേർന്ന് രൂപങ്ങൾക്കും വസ്തുക്കൾക്കും ഇങ്ങനെ ഇവിടെ വികാസം കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. കാലപ്രേരണ വരുമ്പോൾ, ഇച്ഛ വരുന്ന സമയത്ത്, കർമ്മം വരുന്ന സമയത്ത്, കർമ്മത്തിൽ നിന്നും ബീജം വരുന്ന സമയത്ത്, ബീജത്തിലൂടെ സന്താനങ്ങൾ വരുന്നു. അത് എല്ലാ മേഖലകളിലും അങ്ങനെയാണ്. ഏത് കാര്യത്തിലും, നിങ്ങൾക്ക് വീട് വയ്ക്കുമ്പോഴും നിങ്ങൾ കാറ് മേടിക്കുമ്പോഴും ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. കാലം പ്രേരിപ്പിക്കണം, ഇച്ഛ വരണം, ആ ഇച്ഛകളൊരു കർമ്മമായി മാറണം, കർമ്മത്തിൽ നിന്നും ബീജമുണ്ടാവണം, ബീജത്തിൽ നിന്നും സന്താനങ്ങളുണ്ടാവണം. സന്താനം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ള അർത്ഥം മാത്രം എടുക്കണ്ട. ഇപ്പം എനിക്കൊരു ജോലി വേണം, ആ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കണം. ആ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ കാലം വരണം. കാലം വരിക എന്ന് പറഞ്ഞാൽ രാവിലെ ആവുക എന്നല്ല അർത്ഥം, ഒരു ഏജ് ആവണം, അല്ലേ? അത് കഴിഞ്ഞ് ആ കാലത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി പഠനം നടത്തി കർമ്മമാണ്. ഇച്ഛ വന്നു, പഠിക്കണം എന്നുള്ള ഇച്ഛ വന്നു, ഞാൻ കർമ്മം ചെയ്യുന്നു, അതിൽ നിന്ന് ബീജം വരുന്നു, റിസൾട്ട് എന്ന് പറയുന്ന ബീജം വരുന്നു. ആ റിസൾട്ടിനനുസരിച്ച് എനിക്കൊരു ജോലിയാകുന്ന സന്താനം വരുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഏത് മേഖലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാലം, കാമം അതായത് ഇച്ഛ, കർമ്മം, ബീജം, സന്താനം, ഇങ്ങനെയാണ് പ്രകൃതിയുടെ വികാസമെങ്കിൽ അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ കാലപ്രേരിതനായിട്ട് താൻ ഏകത, ബഹുത, പലതുമായി തീർന്നു എന്നാണ്. ത്രിധ, ഇങ്ങനെ ഹി യേഷഹി അശേഷസത്വാനം ആത്മാംശ പരമാത്മന ആദ്യോവതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭാവ്യതേ. അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ വികാസം എന്ന് പറയുന്നത് എങ്ങനെയാണത്രേ? നേരത്തെ ഭഗവാൻ പരമാത്മാവായിരുന്ന ഭഗവാൻ, നേരത്തെ രണ്ടില്ലായിരുന്നു പറഞ്ഞല്ലോ, എല്ലാം ലയിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാൻ വികസിക്കാൻ തുടങ്ങിയപ്പോൾ, കാമത്തിലേക്ക് വികസിക്കാൻ തുടങ്ങിയപ്പോൾ, ബഹുധാ പ്രജായേതി, ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ആ ചിന്തകൾ വികസിച്ചപ്പോൾ ഭഗവാൻ 2ആയി, 3ആയി, പിന്നെ പലതുമായി. ഇപ്പം ഈ 2ആവുക എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? പരമാത്മാവും ജീവാത്മാവും. വളരെ ശ്രദ്ധിക്കണേ, പറയണം, നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ആരാണ് ഈ പരമാത്മാവ്, ആരാണ് ഈ ജീവാത്മാവ്? ഇത് രണ്ടും ഒരേ സത്യം തന്നെയാണ് ജീവാത്മാവും
ഒരേ സത്യം തന്നെയാണ് ജീവാത്മാവ്. ബിംബ പ്രതിബിംബം നോക്കി മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ വരുന്നുണ്ട് ആ വരികൾ. ബിംബ പ്രതിബിംബം. അപ്പം നമ്മൾ ആകാശത്തിലേക്ക് സൂര്യനെ നോക്കുമ്പം ആകാശത്തിലിരിക്കുന്ന സൂര്യൻ ബിംബമാണ്. വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ബിംബം പ്രതിബിംബമാണ്. അപ്പോൾ ഒരു ബിംബം പ്രതിബിംബമാവണമെങ്കിൽ എന്ത് വേണം? അതിനെ പ്രതിബിംബമാക്കാനുള്ളൊരു മീഡിയം വേണം, ഒരു ഉപാധി വേണം, ഒരു വസ്തു വേണം. അപ്പം വെള്ളം എന്ന് പറയുന്ന ഉപാധിയിലെ ബിംബത്തിന്, ബിംബമാകുന്ന സൂര്യന് പ്രതിബിംബമാവാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം പരമാത്മാവ് ജീവാത്മാവാകുന്ന പ്രതിബിംബമാകുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഈ കാര്യം ഞാൻ പറയുമ്പോൾ രാമായണത്തിലൊരു വരികൾ ഓർക്കണം. ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയോട് പറയുന്നൊരു ഉപദേശമുണ്ട് രാമായണത്തിൽ. ഹനുമാൻ സ്വാമിയോട് പറയാണ്, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതു ജീവാത്മാവറികടോ. പരമാത്മാവാകുന്ന ബിംബത്തിൻ, അപ്പം ബിംബം എന്ന് പറയുന്നത് പരമാത്മാ. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. ജീവാത്മാവെന്ന് പറയുന്നത് ആ ബിംബത്തിൻ്റെ പ്രതിബിംബമാണ്. രാമായണത്തിലെ വരികളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബിംബം പ്രതിബിംബമാവണമെങ്കിൽ ഒരു ഉപാധി വേണം. അപ്പോൾ ഇവിടെ പരമാത്മാവാകുന്ന ബിംബം ജീവാത്മാവാകുന്ന പ്രതിബിംബമാവാൻ ഏതാ ഉപാധി? പരമാത്മാവ് ജീവാത്മാവാകുന്നത് എപ്പോ മനസ്സിൽ ചിന്തകൾ വരുന്നോ, കാമനകൾ വരുന്നോ, അപ്പോഴാണ് പരമാത്മാവ് ജീവാത്മാവാകുന്നത്. അപ്പം മനസ്സിലാണ് ആരിയിരിക്കുന്നത്? പരമാത്മാവ് ജീവാത്മാവായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. അപ്പം ദുഃഖം മുഴുവൻ പരമാത്മാവിനല്ല, ദുഃഖം മുഴുവൻ ജീവാത്മാവിനാണ്. ജീവനാണ് ദുഃഖം. അതുകൊണ്ടാണ് നമ്മൾ ജീവൻ ജീവൻ എന്ന് പറയുന്നത്. എന്നാൽ ജീവനും ദുഃഖമുണ്ടോ? ജീവനും ദുഃഖമില്ല. എപ്പോ ദുഃഖമില്ല? ഈ ജീവാത്മാവ് വാസ്തവത്തിൽ പരമാത്മാവാണെന്നും മനസ്സ് ഒരേ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണെന്നും അതിൽ നിന്ന് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ ദുഃഖമില്ലെന്നും എപ്പോ നമ്മുടെ ബുദ്ധി മനസ്സിനെ പരിശീലിപ്പിക്കുന്നു. ഒരാൾ വളരെ വിഷമത്തോടുകൂടി അമ്പലത്തിൽ വരുന്ന സമയത്ത് ആ നട തുറന്ന് ആ ഭഗവാൻ ദീപത്തിൽ കുളിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം കാണുമ്പോൾ ആ ജീവാത്മാവിൻ്റെ ദുഃഖം മാറുമ്പോൾ അയാളുടെ ദുഃഖിക്കുന്ന മനസ്സ് അല്പനേരത്തേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അയാൾ ജീവാത്മാവിൽ നിന്നും പരമാത്മാവിലേക്ക് വരുന്നു. പക്ഷെ അത് അയാളുടെ ഉള്ളിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അമ്പലത്തിൽ നിന്ന് പോകുമ്പോഴേക്കും അയാൾ പഴയ അവസ്ഥയിൽ വീണ്ടും ആയിത്തീരുന്നത്. ഇതൊരു കുട്ടിയെ നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത് പോലെയാണ് അമ്പലത്തിൽ അയാളുടെ ശ്രദ്ധ തിരിയുന്നത്. ഒരു ടോയ് കിട്ടാത്തത് കൊണ്ട് കരയുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് വേറൊരു കളിപ്പാട്ടം അമ്മ കൊടുക്കുന്ന സമയത്ത് ഒന്നിൽ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് കൊടുക്കുന്നത് പോലെയാണ് അമ്പലത്തിൽ പോകുന്ന ഒരാളുടെ ദുഃഖം മാറുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അയാളുടെ ശ്രദ്ധ കുറച്ചു നേരം തൻ്റെ ദുഃഖത്തിൽ നിന്നും ഭഗവാനിലേക്ക് തിരിയാണ്. എന്നാൽ ഇത് നല്ലവണ്ണം നമ്മൾ വിവേകത്തോടുകൂടി മനസ്സിലാക്കിയാലോ, എൻ്റെ മനസ്സിൻ്റെ ശ്രദ്ധ ഞാൻ ജീവാത്മാവിൽ നിന്നും, അല്ലെങ്കിൽ ഈ വിഷമങ്ങൾ, ജീവാത്മാവല്ല വിഷമങ്ങളിൽ നിന്നും ഞാൻ മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ എൻ്റെ ദുഃഖത്തെ എനിക്ക് പരിഹരിക്കാൻ സാധിക്കും എന്ന വിവേകം വന്നാൽ ജീവാത്മാവ് പരമാത്മാവായി. അങ്ങനെയുള്ള പരമാത്മാവിന് മാത്രമേ ആരിലേക്ക് ഉയരാൻ പറ്റുള്ളൂ? ഭഗവാൻ. കാരണം പരമാത്മാവും ഭഗവാനും ഒന്ന് തന്നെയാണ്. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഗീതയിൽ ഇത് പറയും. മമൈ വാംശോ ജീവലോകേ പരമാത്മീത്യുദാഹൃത. ഭഗവാൻ പറയുന്നുണ്ട്, ഈ ജീവഭൂതങ്ങളിലൊക്കെ ഞാൻ പരമാത്മാവായി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ്. രാമായണത്തിൽ മറ്റൊരു മനോഹരമായൊരു രംഗമുണ്ട്. ഭഗവാൻ ശ്രീരാമസ്വാമി ലക്ഷ്മണനെയും കൊണ്ട് വനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആരണ്യകാണ്ഡത്തിൽ ആദ്യം വരുന്നൊരു ഭാഗമാണത്. ലക്ഷ്മണ, നീ മുന്നേ നടക്കണം, വില്ലും പിടിച്ച് മുന്നിൽ നടക്കണം, നിന്റെ പുറകിൽ സീത നടക്കും, നീ ആ സീതയുടെ പുറകിൽ ഞാൻ നടക്കും. ആരെപ്പോലെ? ജീവാത്മാ പരമാത്മാവ് ഇടയിൽ മായ എന്നതുപോലെ എന്നാണ്. അപ്പം ലക്ഷ്മണനെ ശ്രീരാമസ്വാമി ജീവാത്മാവായിട്ടും സീതയെ മായയായിട്ടും തന്നെ പരമാത്മാവായിട്ടും കാണുമ്പോൾ
ഈ മായയാകുന്ന മനസ്സ്, മായ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാണ് മായ, അവിടെയാണല്ലോ വികാരങ്ങൾ വരുന്നത്. അപ്പം മനസ്സാകുന്ന ആ മായയോട് ചേർന്ന് നിൽക്കുന്നത് പരമാത്മാവല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നത് ജീവാത്മാവാണ്. മനസ്സെപ്പോഴും പിന്തുടരുന്നത് ജീവന്റെ കൂടെ, അല്ലെ ജീവനും മനസ്സും ഒന്ന് തന്നെയാണ്. എപ്പോ അതിൻ്റെ പുറകിലേക്ക്, അതിൻ്റെ ഉന്നതിയിലേക്ക് ആ ജീവാത്മാവ് കടന്നു വരുന്നു, അപ്പം അവിടെ ആര് കാണാം? പരമാത്മാവുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കൂ. അതുകൊണ്ട് ഭഗവാൻ ആദ്യമായി അംശാംശ പരമാത്മന ആദ്യോ അവതാര, ഭഗവാൻ ആദ്യമായി പ്രകടമായത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എല്ലാവരിലും ജീവാത്മാവായും പരമാത്മാവായും പ്രകടമായിരിക്കുന്നു. എന്നിട്ട് പിന്നീട് ആ ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് വികസിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഓരോരോ ഇന്ദ്രിയങ്ങളായിട്ട് പറയണു. ആദ്യം ദശവിധ പ്രാണനായി, പിന്നീട് 10 പ്രാണൻ എന്ന് പറഞ്ഞാൽ 5 പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന, ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇതൊക്കെ കൂടുതൽ പഠിക്കും സന്ദർഭം വരുന്ന സമയത്ത്. അതിനുശേഷം പിന്നീട് ഭഗവാൻ കണ്ണായി, കാതായി, ഓരോ ഇന്ദ്രിയങ്ങളായി, അങ്ങനെ 10 ഇന്ദ്രിയങ്ങളായി, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഭഗവാൻ അന്ധക്കരണമായി ഇങ്ങനെയൊക്കെ വികസിച്ചു. അതിനുശേഷം 7ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അങ്ങനെയുള്ള ഭഗവാൻ പല രൂപങ്ങളായി ഈ പ്രപഞ്ചത്തിൽ വികസിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിതുരർ ചോദിക്കുകയാണ്, വാസ്തവത്തിൽ ഭഗവാൻ അവികാരിയല്ലേ? ഭഗവാന് യാതൊരു വികാരങ്ങളും ഇല്ല. എന്തുകൊണ്ടാണ് വികാരങ്ങളില്ലാത്തത്? ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കണേ. വികാരമില്ല ഭഗവാൻ എന്ന്. ഭാരതീയരെ സംബന്ധിച്ച് ഭഗവാൻ എന്ന് പറയുന്നത് നിർവികാരനാണ്, നിർവികാര ആത്മാ. നിർവികാരം എന്ന് പറഞ്ഞാൽ വികാരമില്ലാത്തവൻ. എന്താ വികാരമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ യാതൊരു തര ഇളക്കങ്ങളും ഇല്ലാത്തവനാണ് ഭഗവാൻ. അതെന്തുകൊണ്ടാണ് ഭഗവാൻ ഇളക്കമില്ലാത്തത്? ആകാശത്തിന് ഒരു ഇളക്കവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ആകാശം പൂർണ്ണമാണ്, ഭൂമിയാണ് കറങ്ങുന്നത്, വായുവാണ് വീശുന്നത്, ആകാശത്തിന് യാതൊരു ചലനവുമില്ല എന്ന് വെച്ചാൽ ആകാശം പൂർണ്ണമാണ്. ഇതുപോലെ തന്നെ ആത്മാവിന് ചലനമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവ് പൂർണ്ണമാണ്. അതങ്ങോട്ട് ഗ്രഹിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും നമുക്ക്. ഏതായാലും വിതുരർ അത് ഗ്രഹിച്ച വ്യക്തി ആയതുകൊണ്ട് പറയാണ്, അവികാരിയായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ്, നിർഗുണനായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ സൃഷ്ടി ക്രിയകളൊക്കെ ചെയ്തിരിക്കുന്നത്? എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ, അതൊന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പം മനസ്സിലാവുന്നുണ്ട് ക്രീഡയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മൻ കഥം ഭഗവത ചിന്മാത്രസ്യാവികാരിണാം ലീലയാജാഭിയുജ്യേരൻ നിർഗുണസ്യ ഗുണക്രിയ ക്രീഡായാമുദ്യമോപസ്യ കാമസ്യ ക്രീഡിഷാന്യത സ്വതതൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാനൃത ഭഗവാനേവ ഏവൈഷ സർവക്ഷേത്രേഷവസ്ഥിത അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വ കർമ്മ ഭിക്കുത ഏതസ്മിന്മേ മനോ വിദ്വൻ ഗദ്യതേ ജ്ഞാനസങ്കടേ തന്ന പരാണുത വിഭോ കശ്മലം മാനസം മഹൽ. ഒരേ ഭഗവാൻ തന്നെ പല രൂപങ്ങളെടുത്തുകൊണ്ട് സർവക്ഷേത്രേഷമസ്ഥിത അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശ. ചിലതിൽ ഭഗവാൻ ക്ലേശം അനുഭവിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. ഇതെങ്ങനെ ഭഗവാന് ഈ സംസാരങ്ങളൊക്കെ ഭഗവാൻ ഉണ്ടായി? ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം ഇതിനുത്തരം പറയാണ്, വാസ്തവത്തിൽ ഭഗവാന് ഒരു തരത്തിലുമുള്ള വിഷമങ്ങളും ഒന്നുമില്ല, ജീവാത്മാവിനുമില്ല, പരമാത്മാവിനുമില്ല. പിന്നെ ഈ വിഷമങ്ങളൊക്കെ ആർക്കാ ഉള്ളത്? ഓരോരോ മനസ്സുകൾക്കുമാണ് വിഷമം. എനിക്ക് വേദനയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴുണ്ടല്ലോ, വാസ്തവത്തിൽ നിങ്ങൾക്ക് ആ വേദന മുഴുവൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് നല്ല പല്ലുവേദന ഉണ്ട് എന്ന് വെക്കുക, നിങ്ങൾക്ക് അനസ്തീഷ്യ തന്നാലോ? അപ്പം നിങ്ങളുടെ വേദന എവിടെ പോയി? അപ്പോഴും ജീവനുണ്ടല്ലോ ശരീരത്തിൽ, ഉണ്ടോ? അപ്പം പിന്നെ എന്താ ഇല്ലാത്തത്? പല്ലും ഉണ്ട് ആ സമയത്ത്, പല്ല് പോയിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എവിടെ വേദന എവിടെ പോയി? ആ സ്ഥലത്ത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മനസ്സവിടെ ഒട്ടി നിൽക്കുന്നത് കുറച്ചു നേരത്തേക്ക് ഇല്ലാതെ. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്? അനസ്തീഷ്യയിലൂടെ അങ്ങോട്ടുള്ള മനസ്സിൻ്റെ ആ പ്രവർത്തനം കുറച്ചു നേരത്തേക്ക് മരുന്ന് കൊണ്ട് അറസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് പല്ലുവേദന പോവാൻ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. ആ സമയത്ത് നിങ്ങളോട് ആരെങ്കിലും ബഹളം വെച്ചിട്ട് നിങ്ങളെ 4 ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കുക, എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്തു വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് പല്ലുവേദനയെക്കാളും വലിയ വേദന ആ ചീത്ത പറഞ്ഞതായിരിക്കണം, ശരിയല്ലേ? ഇനി അതല്ല, നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകണോ?
ഡോക്ടർ വന്നിട്ടില്ല. അപ്പം ഡോക്ടറെ കാണാൻ പോയപ്പോൾ നിങ്ങൾ ചെരുപ്പ് പുറത്ത് വെച്ച് പോയിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ചെരുപ്പ് കാണാനില്ല. പല്ലുവേദനയേക്കാളും വലിയ വേദന ഇപ്പം ഏതാണ്? അപ്പം നിങ്ങളുടെ വേദന മാറ്റാൻ ഒരു വേദനയ്ക്ക് പകരം വേറൊരു വേദന തന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പം പരിഹരിക്കപ്പെട്ടു. കുറച്ച് നേരത്തേക്ക് വീണ്ടും അതേ പ്രശ്നങ്ങൾ. ഇനി ഇത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങൾ നല്ല തലവേദന എടുത്തിട്ട് ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവുമോ? നിങ്ങൾ എത്ര ഫ്രഷായിട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയും ചെയ്യും, വർത്തമാനം പറയുകയും ചെയ്യും. പക്ഷെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഇവർ പോയിട്ട് വേണം പഴയ തലവേദന എടുക്കാൻ. ഇവർ പോയി കഴിഞ്ഞാൽ തലവേദനയിലേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദനയിലേക്ക് വരാൻ പറ്റില്ല. ഇതാണ് സത്യം. അങ്ങനെ നമ്മുടെ മനസ്സ് വാസ്തവത്തിൽ ഒന്നിലും ഒട്ടി നിൽക്കുന്നില്ല. നമ്മൾ അതിനെ അതിൽ തന്നെ ഒട്ടിപ്പിടിപ്പിക്കുകയാണ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പറയാണ്, സവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയ ഭഗവൽ ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹ. ഇതിന് എന്ത് വിളിക്കണോ പറയണോ? ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് ഇങ്ങനെ ഒന്നിൽ തന്നെ ഒട്ടി നിൽക്കുന്നത്. യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധേ പരം കഥാ താവുപോ സുഖമേതേതേ ക്ലിശ്യതി അന്തരിതോ ജന അർത്ഥഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാഭിനാത്മനാം താം ചാപി യുഷ്മചരണ സേവ അഹം പരാണുദേ. ഇതിനൊക്കെ എന്താണ് കാരണം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സ് ആകുന്ന മായ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭാഗവതത്തിൽ ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് പറയാണ്, ഈ സൃഷ്ടികൾക്കൊക്കെ കാരണം നമ്മുടെ മനസ്സുണ്ടാക്കുന്ന പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് അർത്ഥഭാവം യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധേ പരം കഥ. ചിലര് വിമൂഢന്മാരാണ്, ചിലര് വളരെ വിവേകികളാണ്. താവുപോ രണ്ടുപേർക്കും സുഖം കാണുന്നുണ്ടല്ലോ. തീരെ പൊട്ടന്മാരായിട്ടുള്ള ഭ്രാന്തന്മാർക്കും സുഖം കാണുന്നുണ്ട്. വളരെ വിവേകികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവർക്കും ഇതൊന്നും ബാധിക്കുന്നില്ല. ബാധിക്കുന്നതൊക്കെ ആർക്കാണ്? പൊട്ടനുമല്ല, എന്നാ മെൻ്റലാണെങ്കിൽ കുഴപ്പമില്ല. മാനസികമായിട്ട് താളം തെറ്റിയവനാണെങ്കിൽ എപ്പോഴും പരമാനന്ദത്തിലാണ്, അവനൊരു പ്രശ്നവുമില്ല. അല്ലാത്തവൻ ചേർന്നു ഇവിടെ പ്രജകളായി ഭഗവാൻ, അതുപോലെ മനുക്കളായി ഭഗവാൻ, മൃഗങ്ങളായി ഭഗവാൻ, ദേവന്മാരായി ഭഗവാൻ, 4 തരം ജീവന്മാരായി വർണ്ണാശ്രമങ്ങളുണ്ടായി തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾ, വേദങ്ങൾ, ധ്യാനം, കർമ്മം, സാങ്കേയോഗം പലതുമായിട്ട് ഒരേ ഭഗവാൻ തന്നെയാണ് പലതായി വികസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ സൃഷ്ടിയുടെ ആ വികാസം എന്നെനിക്ക് പറഞ്ഞു തരൂ. എങ്ങനെയാണ് ഈ ഭൂമിയിൽ മനുഷ്യപ്രജകൾ വികസിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പിന്നീട് പറയുന്ന ഭാഗമാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന സ്വയംഭൂമനുവിൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപാദേവിയുടെ ജന്മവും പിന്നെ അവരിലൂടെ ഈ പ്രപഞ്ച വികാസത്തിന് കാരണഭൂതന്മാരായ ആളുകൾ വന്നതും പിന്നീട് ഭഗവാൻ വരാഹ അവതാരം എടുത്തുകൊണ്ട് ഭൂമിയെ ഉയർത്തുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ.